ശ്രീ പാലപുറമ്പ ഭഗവതി ക്ഷേത്രത്തില് ഈ വർഷത്തെ താലപ്പൊലി മാർച്ച് 4 മുതൽ 4-ന് താലപ്പൊലിയോടുകൂടി ആരംഭിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് വലിയ ഭക്തജനത്തിരക്കാണ് ഈ ഉത്സവങ്ങളിൽ പാലപുറമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഉണ്ടാവാറുള്ളത്. 4-ാം തീയതി താലപ്പൊലി ആരംഭിച്ച് മാർച്ച് 29, 30, 31, 1 തീയതിയിൽ 1-ാം തീയതി വേലയോടുകൂടി ഈ വർഷത്തെ ഉത്സവം അവസാനിക്കുകയാണ്. ഈ ഒരു മാസം കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ, അന്നദാനം, കലാപരിപാടികൾ, ദേവസ്വം വലിയ ഗുരുതി, പൊങ്കാല തുടങ്ങിയ ഒട്ടേറെ പരിപാടികളാണ് ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വലിയ ബഹുജന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ബഹുജന തിരക്കുണ്ടാകുന്നതിന്റെ ഭാഗമായി നല്ലോണം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ക്ഷേത്രം എന്ന നിലയ്ക്ക് 2 സ്റ്റേഷനുകളിലും പോലീസുകാരുമായി സഹകരിച്ചുകൊണ്ട് വലിയ ഒരു സുരക്ഷ ഭക്തജനങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടാണ് ഈ ഉത്സവം നടത്തുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ആരോഗ്യവകുപ്പ്. ഞാൻ പറഞ്ഞ 7 ദിവസം നീണ്ടു നിൽക്കുന്ന അന്നദാനം. ആ അന്നദാനത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ആ അന്നദാനവും ഇവിടെയുള്ള മറ്റു പരിപാടികളും നടത്തുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പോലീസിനും ആരോഗ്യവകുപ്പിനും പ്രത്യേകം പവലിയൻ ഒരുക്കിക്കൊണ്ട് എല്ലാവിധ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഈ രീതിയിൽ തയ്യാറെടുപ്പ് നടത്താറുണ്ട്. 1-ാം തീയതി, ഞാൻ പറഞ്ഞ മാർച്ച് 1-ാം തീയതി പാടി ഇറക്കി ദേവിയെ താഴെ പന്തക്കണ്ടത്തിലേക്ക് പാടി ഇറക്കുന്നതോടുകൂടി ആണ് ഉത്സവം ആരംഭിക്കുന്നത്. 2, 3 തീയതികളിൽ ദേശത്ത് ആവാത്തന്മാർ താലപ്പൊലി അറിയിച്ചു പോകുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിന്റെ ഭാഗമായി 4-ാം തീയതി താലപ്പൊലി. ആയിരക്കണക്കിന് സ്ത്രീകൾ ഒരു വർഷമായി എടുക്കുന്ന നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് താലപ്പൊലിയാണ്. മറ്റ് തെറ, വെള്ളാട്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനം കൊടി വഴിപാടും താലപ്പൊലി മാത്രമാണ്. അപ്പൊ അതിന് ആളുകൾ വളരെ ദിവസം മുന്നേ വീടുകളെ ശുദ്ധി ചെയ്ത് താലപ്പൊലി അറിയിച്ചു വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. വേലയോടനുബന്ധിച്ച് മീനത്തിലെ ഭരണി നാളിലാണ് വേല. വേലയുടെ തലേ ദിവസം എഴുന്നള്ളത്ത്, അന്നേ ദിവസം ഉച്ചയ്ക്ക് പൊങ്കാല, അതിന്റെ 2 ദിവസം മുന്നേ ദേവസ്വം നടത്തുന്ന വലിയ ഗുരുതി തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ രീതിയിലേക്ക് എല്ലാവിധ ഒരുക്കങ്ങളും ആഘോഷ കമ്മിറ്റി എന്നുള്ള നിലക്കും ട്രസ്റ്റ് ബോർഡ് എന്നുള്ള നിലക്കും ഈ ഉത്സവം വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച്, വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച്, ഓരോ ആവശ്യമായ മേഖലയിൽ, ഭക്ഷണത്തിന്റെ മേഖലയിലായാലും മറ്റെല്ലാ മേഖലയിലും വളണ്ടിയർമാരെ വിന്യസിച്ചുകൊണ്ട് വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിനു വേണ്ട ഒരുക്കങ്ങൾ ഞങ്ങൾ യോഗങ്ങളെല്ലാം ചേർന്ന് എല്ലാവിധ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും പങ്കാളിത്തവും ഈ ഉത്സവത്തിന് ഉണ്ടാവണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്.